ഇന്ത്യക്കാരൊരു സംഭവമാണ്. സൂക്ഷിച്ചു നോക്കിയാൽ ഒരു ജർമ്മൻകാരൻ ഐൻസ്റ്റീനെയോ അമേരിക്കക്കാരൻ എഡിസനെയോ ഇറ്റലിക്കാരൻ ഡാവിഞ്ചിയോ റഷ്യക്കാരൻ ടോൾസ്റ്റോയൊക്കെ കാണാം. വാക്കുകൾ എൻ്റേതല്ല. 60 കടൽ കടന്നെത്തിയ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റേതാണ്. വരവേൽക്കാനെത്തി ഇന്ത്യക്കാരെ പൊക്കാനാണ് അന്ന് സായിപ്പ് ഇത് പറഞ്ഞതെങ്കിലും ഇന്ത്യക്കാരത് സീരിയസ് ആയിട്ട് എടുത്തു. ആപ്പിൾ ഡെവലപ്പ് ചെയ്ത സ്റ്റീവ് ജോബ്സിന് താങ്ങായും മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച ബിൽ ഗേറ്റ്സിന് കൂട്ടായും തുടങ്ങി ഇന്ന് ഗൂഗിളിലും അഡോബിലും മാസ്റ്റർ കാർഡിലും വരെ എത്തി നിൽക്കുന്നു ഇന്ത്യൻ സാന്നിധ്യം. ലോക ജനസംഖ്യയിലും ലോക സമ്പന്നരുടെ പട്ടികയിലും എന്തിന് പട്ടിണിയുടെ നിരക്കിലും തൊഴിലില്ലായ്മയുടെ നിരക്കിലും കൊറോണ ബാധിച്ചവരുടെ നിരക്കിലും മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഇന്ന് ഇന്ത്യ മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ മാതൃകയാകുന്നു. അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഇന്ത്യക്കാർക്കിടയിലേക്ക് സൗത്ത് കൊറിയക്കാരൻ ബ്രണ്ടൻ ഗീന്റെ തലമണ്ടയിൽ ഉദിച്ച സൃഷ്ടിയും കടന്നു വന്നു. അടി ഇടി വെടിപ്പുക അങ്ങനെ എല്ലാം നിറഞ്ഞ പബ്ജിനെ വെറും 1 മാസം കൊണ്ട് തന്നെ ഇന്ത്യക്കാർ കയ്യിലെടുത്തു എന്ന് മാത്രമല്ല, ഇന്ന് ഇന്ത്യയിൽ 92 രജിസ്റ്റേർഡ് ഇ സ്പോർട്സ് കമ്പനികളുടെ കീഴിൽ 42,683 ക്ലാനുകളിലായി 7 ലക്ഷത്തിൽ പരം കളിക്കാർ ടൂർണമെന്റുകളിൽ അണിനിരക്കുന്നു. ലോകരാജ്യങ്ങളിൽ വൻ വിറ്റുവരവ് ഉണ്ടാക്കി വരികയും ഇന്ത്യയിലെ ബാനിനെ കുറിച്ചോർത്ത് ഇത്ര തലപുകയ്ക്കുന്നുണ്ടെങ്കിൽ, ഇല്ലാത്ത നെറ്റും കളഞ്ഞ ബംഗാളികളും മലയാളികളും ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് പരതുന്നുണ്ടെങ്കിൽ, തേച്ചിട്ട് പോയ കാമുകിയെ ഓർത്ത് പോലും വിതുമ്പാത്ത ചങ്കുകൾ ഇന്ന് ഈ ഗെയിമിന്റെ പേരിൽ കണ്ണീര് പൊഴിക്കുന്നുണ്ടെങ്കിൽ, വിദേശയാത്രകൾക്ക് വേണ്ടി മാത്രം VPN ഉപയോഗിച്ചിരുന്ന ചങ്കുകൾ ഇന്ന് വിരഹ സ്റ്റാറ്റസുകൾ വാരി വിതറുന്നുണ്ടെങ്കിൽ അത് പബ്ജിയുടെ തിരിച്ചുവരവിന് വേണ്ടിയായിരിക്കും. ഒരു 1.5 തിരിച്ചുവരവിന് വേണ്ടി.